വെൽക്കം ടു വൈൽഡ് മേലോ. ഇന്നത്തെ വീഡിയോ 2025 മെയ് മാസം PSC ബുള്ളറ്റിൻ്റെ രണ്ടാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ് സ്റ്റാർട്ട്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കർദിനാൾ റോബർട്ട് പ്രോവോ. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കർദിനാൾ റോബർട്ട് പ്രോവോ. ലിയോ 14 എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കർദിനാൾ റോബർട്ട് പ്രോവോ. ലിയോ 14 എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കർദിനാൾ റോബർട്ട് പ്രോവോ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടവിലാക്കാനുള്ള നിയമം പിറ്റ് NDPS. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടവിലാക്കാനുള്ള നിയമം പിറ്റ് NDPS. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാൾ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാൾ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെ? അമരാവതി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെ? അമരാവതി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് രാജേഷ് രവീന്ദ്രൻ. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് രാജേഷ് രവീന്ദ്രൻ. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതയായ മലയാളി PV ലിസിയമ്മ. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതയായ മലയാളി PV ലിസിയമ്മ. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറേഞ്ചോ. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറേഞ്ചോ. ജോൺ F. കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം ലഭിച്ച മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിൻ. ജോൺ F. കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം ലഭിച്ച മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിൻ. ആയിരത്തി 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപരീക്ഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂൾ ഭൂമിയിൽ പതിച്ചത് എന്നാണ്? 2025 മെയ് 10. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപരീക്ഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂൾ ഭൂമിയിൽ പതിച്ചത് എന്നാണ്? 2025 മെയ് 10. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജസ്റ്റിസ് BR ഗവായ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തതാരാണ്? ജസ്റ്റിസ് BR ഗവായ്. കനേഡിയൻ പ്രധാനമന്ത്രിയായി 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി.
കനേഡിയൻ പ്രധാനമന്ത്രിയായി 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ്. ജർമ്മനിയുടെ 10ാമത് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രെഡറിക് മെർസ്. ജർമ്മനിയുടെ 10ാമത് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രെഡറിക് മെർസ്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്ങോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്ങോട് ലീലാകൃഷ്ണൻ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ച അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ച അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ. ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്ര. ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്ര. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫ്. T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. IPLൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. IPLൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമി, ദക്ഷിണ കൊറിയ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമി, ദക്ഷിണ കൊറിയ. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആര്യാന സബലെങ്ക. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആര്യാന സബലെങ്ക. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചവർ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചവർ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന വ്യക്തി പ്രൊഫസർ സണ്ണി തോമസ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന വ്യക്തി പ്രൊഫസർ സണ്ണി തോമസ്. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ്. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ്. അടുത്തിടെ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ വ്യക്തി KV റാബ്രിയ. അടുത്തിടെ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ വ്യക്തി KV റാബ്രിയ. അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം. അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം. ഇത്തരം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.